ഹലോ എവരി വൺ. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കപ്പ വേവിച്ചത് അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കാണിക്കാമേ. അതിനായിട്ട് ഒരു കപ്പോളം തേങ്ങ ചിരകിയതെടുത്ത് ഒരു മിക്സിയുടെ ബൗളിലിട്ടിട്ടുണ്ട്. കുറച്ച് ഒരു വെളുത്തുള്ളി, ഒന്ന് രണ്ട് കഷ്ണം ചുവന്നുള്ളി, ഒരു അര സ്പൂൺ ജീരകം. അത് നമ്മുടെ കപ്പയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും കേട്ടോ. അപ്പോൾ അത്രയും നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. അതിലേക്ക് ഏറ്റവും അവസാനം അതൊന്ന് പൊടിച്ച് വന്നു കഴിഞ്ഞിട്ട് ഒരു പച്ചമുളക് ഇട്ടാൽ മതി. എന്ന് വെച്ചാൽ പച്ചമുളക് ഒത്തിരി അങ്ങ് അരഞ്ഞ് പോവണ്ട ഇതുണ്ടാക്കുമ്പോഴത്തേക്കിനും. ഓക്കെ, അപ്പോൾ അതും ഞാനൊന്ന് കറക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇനിയും വേണ്ടത് ഒരു കടായി എടുത്ത് നമുക്ക് വയ്ക്കാം. അത് ചൂടായി വരട്ടെ. ചൂടായി വരുന്ന സമയം കൊണ്ട് ഞാൻ ഓൾറെഡി തന്നെ ഇവിടെ കപ്പ വേവിച്ച്, കപ്പ തൊലിയെല്ലാം മാറ്റി വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിച്ച് ഉപ്പും ചേർത്ത് വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. ആ വെള്ളം അങ്ങ് ഊറ്റി കളയണം, അത് എടുക്കരുത് നമ്മൾ. കപ്പയുടെ മക്ക് കാണും ചിലപ്പം, അതുകൊണ്ടാണ് നമ്മൾ ആ വെള്ളം അങ്ങ് ഊറ്റി കളയണമെന്ന് പറയുന്നത്. അങ്ങനെ ഊറ്റിയെടുത്ത കപ്പ ഒക്കെ റെഡിയാക്കി നേരത്തെ തന്നെ നമ്മൾ വെച്ചേക്കുവാണെങ്കിൽ ഈസിയാണ്. അത് ഞാനിപ്പോൾ ഇതിനകത്ത് കാണിക്കുന്നില്ല, ഞാനെടുത്ത് വെച്ചിരിക്കുകയാണ്. അതായത് എല്ലാവർക്കും അറിയാമല്ലോ, വീണ്ടും വീണ്ടും ഞാനത് കാണിച്ച് വെറുതെ ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനതൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടുക് വറക്കാനായിട്ട് കുറച്ച് ചുവന്നുള്ളി വേണം. സാധാരണ പോലെ തന്നെ വെളിച്ചെണ്ണയിലാണ് പൊട്ടിക്കുന്നത് നമ്മൾ കടുക്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും സാധനങ്ങൾ നമുക്ക് റെഡിയാക്കി വെക്കണം. ഇതുണ്ട്, ഞാൻ റെഡിയാക്കി ഇങ്ങനെയാണ് കപ്പ വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ക്യൂബ്സായിട്ട് കണ്ടിച്ച് വേവിച്ചെടുത്ത് ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സമയം കളയണ്ട. ഈ സമയം കൊണ്ട് നമ്മുടെ കടായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ, എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഇട്ട് കടുക് പൊട്ടിച്ച് നമുക്കെടുക്കാം. ആദ്യമേ ഞാൻ ഈ കടുക് പൊട്ടിച്ചെടുക്കുക. ചിലർ ഇത് ഏറ്റവും അവസാനം ചെയ്യുന്നവരുമുണ്ട്, ഏറ്റവും അവസാനം കടുക് താളിച്ചൊഴിച്ച് ഇങ്ങെടുക്കുന്നവരുമുണ്ട്. ഞാനിപ്പോൾ ആദ്യമേ തന്നെ വേവിച്ച് കപ്പ എൻ്റെ കയ്യിലുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിനും കടുകിടുക. കടുക് പൊട്ടുന്ന അനുസരിച്ച് പിന്നെ 1 by 1 ആയിട്ട് ഓരോന്ന് വിധം പെട്ടെന്ന് നമ്മൾ ചേർത്ത് കൊടുത്തോണം. ചുമന്നുള്ളി ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇട്ടു, വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില ഇട്ടു. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് ഇട്ടോണം, ഒന്നും കരിഞ്ഞു പോകാതെ സൂക്ഷിച്ചോണം. അരപ്പ് എടുക്കുന്നത് ശ്രദ്ധിച്ചോണം. ജീരകം ഇച്ചിരി ഇട്ട് വേണം അരയ്ക്കാനായിട്ട്. വെളുത്തുള്ളിയും ജീരകവും കൂടെ ചേർത്ത് വേണം നമ്മൾ അരപ്പ് ഉണ്ടാക്കുമ്പോൾ അരയ്ക്കാനായിട്ട്, അത് മറന്നു പോകല്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും നമുക്ക് നമ്മുടെ എല്ലാം കണക്കിന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഈ കൂട്ട്, തേങ്ങയുടെ കൂട്ട് ചേർക്കുക. ഇതുപോലെ കിടക്കുകയാകാവുള്ളേ, അല്ലാതെ പേസ്റ്റ് പോലെ അരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്. ഇത് നമ്മൾ പിന്നെയും ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് പിന്നെ നമ്മൾ ഉടച്ചെടുക്കും. നമുക്ക് കാണാം അതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത്. എന്നുവെച്ചാൽ ചിലർ ഇങ്ങനെയല്ല ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ കോട്ടയം സ്റ്റൈലിലോട്ട് വരുമ്പോഴത്തേക്കിന് ഇങ്ങനത്തെ കപ്പ വേവിച്ചതാണ് ടേസ്റ്റ്. ഈ സമയത്ത് നമുക്ക് ഇച്ചിരി മഞ്ഞളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ കപ്പ വേവിച്ചതാണ് നമ്മുടെ മീൻ കറിക്ക് കൂട്ടാൻ ബെസ്റ്റ്. അതിൻ്റെ ചേരുവ ഇങ്ങനെ തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇനി അതെല്ലാം ഒന്ന് വാടി വരിക. പിന്നെ പണ്ടൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കിനും വലിയ പാത്രത്തിനകത്ത് നമ്മൾ കപ്പ വേവിച്ചു, പിന്നെ നമ്മൾ വെള്ളം ഊറ്റിക്കളഞ്ഞ്, ഈ സമയത്ത് കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചും കൂടെ വേണം കപ്പയ്ക്കായിട്ട്. വെള്ളമൊക്കെ ഊറ്റിക്കഴിഞ്ഞിട്ട് ആ കപ്പയെ നമ്മൾ നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉടച്ച് അതിൻ്റെ നടുക്കോട്ടാണ് നമ്മൾ ഈ അരപ്പ്, ഈ മിക്സിയിൽ അല്ലെങ്കിൽ കല്ലേരരച്ച് ഈ അരപ്പ് നടുക്കോട്ടൊന്ന് വെച്ച് കൊടുക്കും. ഇത് നേരെ തിരിഞ്ഞാണ്. നമുക്ക് അതിനുള്ള സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് ഇങ്ങനെ നമ്മൾ പുതിയ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ. കണ്ടല്ലേ, അങ്ങനെ ഒന്ന് വഴന്ന് വന്ന അരപ്പിനകത്തോട്ട് ഞാൻ ഉടച്ച് വെച്ചിരിക്കുകയാണ്. കപ്പ വേവിച്ച് ഉപ്പിട്ട് വേവിച്ച കപ്പ ഉടച്ച് നാര് വല്ലതും ഉണ്ടെങ്കിൽ അങ്ങ് മാറ്റിക്കണം. വലിയ നാര് വല്ലതും അകത്തേതുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങോട്ടിട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മളിത് കൂട്ടുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചായിരുന്നു. അതിൻ്റെ നടുക്കേക്ക് അരപ്പിട്ടിട്ട് നമ്മൾ അതിന് വേറൊരു സ്മാഷർ ഉണ്ടായിരുന്നു, ആ സാധനം കൊണ്ട് നമ്മൾ കുത്തി എല്ലാം കൂടെ ഒരുമിച്ച് ഇളക്കി ഇങ്ങെടുക്കുകയാണ്. ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും അവസാനം കടുക് പൊട്ടിച്ച് നമ്മൾ എടുക്കുകയാണ്. ഇത് ഞാൻ നേരെ തിരിച്ച് ഇതിനുള്ള ഇങ്ങനത്തെ നമുക്ക് അതിനുള്ള സൗകര്യം ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ. കണ്ടല്ലോ, ഇങ്ങനെ നന്നായിട്ട് കുത്തി ഉടച്ച് നന്നായിട്ട് ഇത് കണ്ടില്ല. അധികം വെള്ളമൊന്നും ഇങ്ങനെ ലൂസായി ഒന്നും കിടക്കരുത്, നല്ല മുറുകിയിരിക്കണം ഈ കപ്പ വേവിച്ചത്. ഇതിനെ കപ്പ വേവിക്കുക എന്ന് പറയുന്നത്. ചിലർ കപ്പക്കറി എന്നും പറയുന്നവരുണ്ട്. എല്ലാം ഒന്ന് തന്നെ ഇങ്ങനെ മുറുകിയിരിക്കണം. കണ്ടില്ലേ,
കരിഞ്ഞൊന്നും പോകില്ല. എന്ന് വെച്ചാൽ ഒത്തിരി വെള്ളം വേണമെങ്കിൽ ശകലം വെള്ളവും കൂടെ ഒഴിച്ചോണം. അത് കുഴയ്ക്കാൻ നമുക്ക് പാട് വരുന്നുണ്ടെങ്കിൽ, ഇളക്കാൻ പാട് വരുന്നുണ്ടെങ്കിലും ശകലം വെള്ളം ഒഴിച്ചേച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കണം. എന്തായാലും ഇത് ഡ്രൈ ആയിട്ടേ ഇരിക്കാവുള്ളൂ, ലൂസായി പോകരുത്. അത് ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ഇട്ടോണം, മഞ്ഞളോ ഉപ്പോ, വേറെ ഒന്നും നമുക്കിതിനകത്ത് വേണ്ടല്ലോ. എല്ലാ അരപ്പും നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി കുറച്ച് നേരം ഒന്ന് തീ അങ്ങ് ഓഫാക്കി ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ അടച്ച് വയ്ക്കുക. അപ്പോഴേ എല്ലാം ഒന്ന് സെറ്റായിട്ട് ഇത് പിടിക്കും കേട്ടോ. ഇതുപോലെ ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മീൻകറി തന്നെ ഇതിന് കൂട്ടണം. മീൻകറിയും നല്ലതാണ്, ബീഫ്, ചിക്കൻ എല്ലാം നല്ലതാണ്. നല്ല മീൻകറിയും കപ്പയും മീൻകറിയും ആണല്ലോ നമ്മളെപ്പോഴും പറയുമ്പോഴും അതിൻ്റെ കോമ്പിനേഷനായിട്ട് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്ത് നോക്കണമെന്ന്. എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത്. ഞങ്ങളുടെ കോട്ടയത്തോട്ടുള്ളവർ കൂടുതലും ഇങ്ങനത്തെ കപ്പ വേവിച്ചതാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒരു 5 മിനിറ്റ് ഞാൻ അടച്ച് വെച്ച് ഇളക്കിയെടുത്തിരിക്കുന്ന ഫൈനൽ പ്രോഡക്റ്റാണിത്. കണ്ടില്ലേ, അങ്ങനെ ഇങ്ങനെ നല്ല മുറുകി ഇരിക്കുന്ന കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് പിടിച്ച് കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചോണേ. അപ്പോൾ ഇച്ചിരി ചുവട് കട്ടിയുള്ളൊരു പാത്രം വെച്ചാൽ മതി, അപ്പോൾ കരിഞ്ഞു പോകത്തുമില്ല. കറക്റ്റ് ചൂട് മെയിൻറ്റെയിൻ ചെയ്ത് അതിലിരുന്നോളും. ഇപ്പം വറ്റൽമുളകും കറിവേപ്പിലയും കടുകും എല്ലാം നമുക്ക് കാണാം. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കപ്പ വേവിച്ച വന്നിട്ടുണ്ട്. നല്ലൊരു മീൻ കറിയും കൂടി ഉണ്ടെങ്കിൽ സംഭവം കുശാൽ. ഇതിന് മുമ്പേ ഞാൻ എങ്ങനെയാണ് കോട്ടയം പെർഫെക്റ്റ് മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. അതും കൂടെ ഫോളോ ചെയ്ത് ഇതുപോലെ കപ്പയും മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും ഒരു പുതിയ ഡിഷിൽ കൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, ടേക്ക് കെയർ.